السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാതിരനായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം പാതിരാ സമയത്താണെന്ന് ഹദീസിലുണ്ട്. എന്നാൽ ഹദീസിൽ തന്നെ കാണാം, അക്രമമായി കൂനിൽ അബ്ദു മിർ റബ്ബിഹി വ സാജിദൻ, സുജൂദിലാകുന്ന സന്ദർഭത്തിലാണ് അടിമ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഇത് ഒന്ന് സുജൂദ് എന്ന് പറഞ്ഞു, ഒന്ന് പാതിരാവിലാണെന്ന് പറഞ്ഞു. സുജൂദ് പകലിലും രാത്രിയിലും എല്ലാ സമയത്തും സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഇത് തമ്മിൽ വൈരുദ്ധ്യമാവുകയില്ലേ എന്ന് നമുക്ക് സംശയമുണ്ടാകാം. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ റബ്ബ് അവന്റെ അടിമയുമായി ഏറ്റവും അടുക്കുന്ന സമയം പാതിരാ സമയത്താണ്. പാതിരാ സമയത്ത് അള്ളാഹു ഹദീസിൽ ഖുദ്സിയായ ഹദീസിൽ കാണാം, ആകാശത്തേക്ക് ഇറങ്ങി വരികയും അള്ളാഹു എന്തു ചോദിച്ചാലും അതിന് ഉത്തരം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുമെന്ന് വിശദമായി തന്നെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പാതിരാ സമയത്തിൻ്റെ വലിയ പ്രത്യേകതകൾ പറഞ്ഞ് അതേപോലെ തന്നെയാണ് സുജൂദിന്റെ സമയത്ത് അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതിനെ കുറിച്ചും പറയുന്നത്. ഇതിന്റെ വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അർദ്ധരാത്രി, രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ അല്ല, അർദ്ധരാത്രി, ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. അത് സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത്, സുജൂദിൽ ആണ് അള്ളാഹുലേക്ക് അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അത് സമയമല്ല, സുജൂദിന്റെ അവസ്ഥയിലാണ്. ഏത് അവസ്ഥയിലാണ് അള്ളാഹു ഏറ്റവും അടിമയിലേക്ക് അടുക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണത്. ഏത് സമയത്താണ് അള്ളാഹുമായി കൊണ്ട് അടിമ അടുക്കുന്നത് എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പാതിരാ സമയത്ത് എന്നുള്ളത്. ഉദാഹരണമായിട്ട്, നാം ഒരാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അയാൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം, എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം രാവിലെ വരലാണ് എന്ന് പറഞ്ഞു. അത് സമയത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നെ കാണാൻ വരുന്നവർ വളരെ നന്നായി ഫ്രഷായി ഏറ്റവും നല്ല വൈറ്റ് ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് വരലാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന് സമയമാണ് കാണിക്കുന്നത്, ഒന്ന് ആ വരുന്ന രീതിയും അവസ്ഥയുമാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് രാത്രി സമയത്ത്, ആ സമയത്തെക്കുറിച്ച് പറയുന്നു. ഇതേ രാത്രിയിൽ തന്നെ സുജൂദിൽ കൂടിയാകുമ്പോൾ അതിന് കൂടുതൽ പ്രത്യേകതയുണ്ട് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. മഹാന്മാരായ പണ്ഡിതന്മാരെ മിർക്കാത്തുൽ മഫാത്തിഹിലൊക്കെ നോക്കിയാൽ, ഇസ്കാത്തിന്റെ ഷെറയിൽ നോക്കിയാൽ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്ന് സമയത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, ഒന്ന് ആ അള്ളാഹുലേക്ക് അടുക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഈ വിശദീകരണം മനസ്സിലാക്കിയാൽ ഇതൊരിക്കലും വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹു അവൻ്റെ ഹബീബിൻ്റെ വചനങ്ങളും വിശുദ്ധ ഖുർആനുമെല്ലാം വളരെ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു